പാർവതിയുടെ അച്ഛൻ ഇവിടെ വന്നപ്പോ അയാൾ കാർത്തികിനെ കണ്ടു. അവനും അവന്റെ ഭാര്യയുമായി വഴക്കുകൂടി അയാൾ ഇവിടെ വലിയൊരു ബഹളം തന്നെ ഉണ്ടാക്കി. വാർഡൻ ഇടപെട്ടിട്ടാ അയാളും പാർവതിയുടെ അമ്മയും ഒന്ന് ശാന്തരായത്. ഈ വിവരം കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജനകനെയും കുടുംബത്തെയും ദ്രോഹിക്കാനുള്ള ഒരു അവസരവും വെറുതെ കളയാറില്ല. ഒരു വിഷയമില്ലാതെ തന്നെ ഞാൻ അവരുമായി പ്രശ്നത്തിന് പോകാറുണ്ട്. ഇതൊരു പൊട്ടിത്തെറിക്കുള്ള മരുന്നുണ്ട്. ഇത് വേണ്ടതുപോലെ ഞാൻ ഉപയോഗിച്ചോളാം. ഇനിയുള്ള കാര്യം താൻ കൈകാര്യം ചെയ്തോ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഇനി ഇതുപോലുള്ള വിവരങ്ങൾ കിട്ടിയാൽ അറിയിക്കണം. Of course. Best of luck. എന്താ മുതലാളി? ജനകനും കുടുംബത്തിനും എതിരെ ഉപയോഗിക്കാനുള്ള ഒരു ബ്രഹ്മാസ്ത്രമാ അവള് തന്നിരിക്കുന്നത്. നമ്മുടെ ഓയിൽ മില്ല് നടത്തുന്ന സദാശിവന്റെ വീട് എവിടെയാണെന്ന് നിനക്കറിയോ? ആ കാർത്തികിന്റെ കൂടെ ഒളിച്ചോടിയ സ്വാതിയുടെ അച്ഛനല്ലേ? അയാള് തന്നെ. അതെനിക്കറിയാം. എന്നാ വാ, നമുക്ക് അവരെ ചില കാര്യങ്ങളൊക്കെ അറിയിക്കാനുണ്ട്. എന്താ മുതലാളി? കാണാൻ പോകുന്ന പൂരം കേട്ടറിയണോടാ. വാടാ. കേൾക്കുള്ളൂ. വരൂ. ഇരിക്കൂ. കുറെ നേരം കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? നിങ്ങളോട് കുറച്ച് ഡീറ്റെയിൽഡായി സംസാരിക്കാനുള്ളതുകൊണ്ട് അവസാനം വിളിപ്പിച്ചത്. നിങ്ങള് പാർവതിയുടെ ബന്ധുക്കളാണോ? അല്ല, ഞങ്ങൾ ഇവളുടെ ഫ്രണ്ട്സാ. എന്റെ പേര് ആയിഷ, ഇവള് മീര. ഞങ്ങൾ 3 പേരും ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിക്കുന്നേ. ഇവരോട് കുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? ഇവള് പ്രഗ്നന്റ് ആണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. ഇവള് അങ്ങനൊരു കുട്ടിയല്ല. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് ഇവൾക്ക് അറിയില്ലെന്നാ പറയുന്നത്. ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാനാ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നേ. നിങ്ങൾ പറഞ്ഞ പോലെ പാർവതി അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന പെൺകുട്ടിയല്ലെന്ന് എനിക്കും അറിയാം. ഷീസ് ഇന്നസെന്റ്. നടന്ന തെറ്റിന് ഇവളാണ് കാരണക്കാരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവള് പ്രഗ്നന്റ് ആണെന്നുള്ളത് സത്യമല്ലേ? ഇവളത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റൂ. ഒരു തരത്തിൽ പാർവതി നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞത് നന്നായി. ഞാൻ പറയുമ്പോ വിശ്വസിക്കാത്ത കാര്യങ്ങള് നിങ്ങൾ പറയുമ്പോ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. ഇവളെല്ലാം ഉറപ്പിക്കാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി പരിശോധന നടത്തിയായിരുന്നു. ഇവള് പ്രഗ്നന്റ് ആണെന്ന് ഇവൾ അംഗീകരിച്ചു കഴിഞ്ഞു ഡോക്ടർ. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. പാർവതി ഈ അവസ്ഥയിലാകാൻ കാരണക്കാരൻ പ്രിയനാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അത് പറയുമ്പോഴൊക്കെ പാർവതി നിഷേധിക്കുക. പ്രിയൻ ചേട്ടനെ കുറിച്ച് എത്ര പറഞ്ഞിട്ടും ഈ ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല. പ്രിയൻ ചേട്ടനെ കുറിച്ച് നിങ്ങക്ക് നന്നായിട്ട് അറിയില്ലേ? ഈ ഡോക്ടറോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കേ. പ്രിയൻ ചേട്ടൻ ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കെ, ഞങ്ങള് സംസാരിക്കാം. പാർവതി പറഞ്ഞതുപോലെ പ്രിയൻ ചെയ്തത് ക്രൂരതയാണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ ഇവർക്കിടയിൽ ഒരു അടുപ്പമുണ്ട്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് കരുതി പ്രിയൻ അതിരെ കിടക്കാൻ സാധ്യതയില്ലേ? ഇല്ല. പ്രിയൻ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കരുത്. എന്നോട് സംസാരിക്കുമ്പോ പോലും
പ്രിയൻ ചേട്ടൻ അതിന് കടക്കാറില്ല. എന്നോട് പെരുമാറുമ്പോ പ്രിയൻ ചേട്ടൻ കാണിക്കുന്ന ബഹുമാനമാ എനിക്ക് പ്രിയൻ ചേട്ടനെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം. പ്രിയൻ ചേട്ടൻ ഇങ്ങനൊരു ക്രൂരത ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ പാറു. ഒരു കാര്യം ചെയ്, നീ കുറച്ചേരം പുറത്തേക്ക് നിൽക്ക്. ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാം. അതല്ല ആയിഷേ. സിസ്റ്റർ, ഈ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോയി. നീ ചെല്ല്. വാ പാറു വാ. ചെല്ലേ വരൂ. സോ സോറി ഡോക്ടർ. അവളെപ്പോലൊരു നാട്ടുമ്പുറത്തുകാരിക്ക് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഡോക്ടറിന് ചിന്തിച്ചൂടെ? ഞങ്ങളോട് ഇത്രയും കാലം അവള് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ അവൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. അവൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ അവളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കാൻ ഞാൻ പറഞ്ഞത്. പക്ഷെ പാർവതി സമ്മതിച്ചില്ല. നിങ്ങളോടെങ്കിലും അവള് സത്യം പറഞ്ഞല്ലോ, നന്നായി. അവൾക്ക് പ്രിയന്റെ മീതെ അളവിൽ കൂടുതൽ വിശ്വാസമുണ്ട്. ചിലപ്പോ ആ വിശ്വാസമായിരിക്കും പ്രിയ മുതലെടുത്തത്. പക്ഷേ പ്രിയനാണ് ഇതിന് കാരണക്കാരനെന്ന് പാറു സമ്മതിക്കുന്നില്ലല്ലോ ഡോക്ടർ. അത് തന്നെയാണ് പ്രശ്നം. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം മറ്റൊരാളാണെന്ന് പറഞ്ഞാ അവളുടെ ഭാവി തന്നെ നശിക്കും.